പാകിസ്ഥാനിൽ വീണ്ടും അജ്ഞാതന്റെ വിളയാട്ടം. ദുരൂഹ സാഹചര്യത്തിൽ ജെയ്ഷെ കമാൻഡർ മൗലാന സൽമാൻ അഹ്സർ ആകട്ടെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. പ്രാഥമിക വിവരത്തിൽ നിന്നും വാഹനം തട്ടിയാണ് മരണം സംഭവിച്ചിരിക്കുന്നതെന്നതാണ് റിപ്പോർട്ട്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകളൊന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിന്റെ അടുത്ത അനുയായിയും വിശ്വസ്തനും സംഘടനയുടെ ഉന്നത കമാൻഡറുമായിരുന്നു മൗലാന സൽമാൻ അഹ്സർ. പോലീസ് അന്വേഷണത്തിൽ ഇടിച്ച വാഹനം കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇതോടുകൂടി തന്നെ അജ്ഞാത വാഹനം ഇടിച്ചതായിട്ടുള്ള മരണം എന്നതാണ് പോലീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലായി തന്നെ അമിത്ഷായുടെ അജ്ഞാതൻ പാകിസ്ഥാനിൽ ആകമാനം വട്ടമിടുകയാണ്. അതേപോലെ പ്രധാനമായും തന്നെ ഹാഫിസ് സായിദിന്റെ അനുയായികളെയും വിശ്വസ്തരെയും തന്നെയാണ് അജ്ഞാതൻ നോട്ടമിടുന്നതും. പാകിസ്ഥാനിലെ ബഹാവൽപൂരിൽ വെച്ചാണ് ഇയാളെ വാഹനമിടിച്ച് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൗലാന സൽമാൻ അസറിന്റെ മരണം അവിടെ സ്വാഭാവികമായ ഒരു അപകടമല്ല എന്നും കരുതിക്കൂട്ടിയുള്ള കൊലപാതകമാണ് എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനമായ ബഹാവൽപൂരിൽ അവിടെ വെച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒരു അപരിചിതമായ വാഹനം ജെയ്ഷെ ഭീകരനെ ഇടിച്ചത് അത് വലിയ ശ്രദ്ധേയമായി മാറുകയാണ്. ഇപ്പോൾ സംഘടനയുടെ സുരക്ഷിത കേന്ദ്രമെന്ന് കരുതപ്പെടുന്ന ഇവിടെ വെച്ച് തന്നെ ഇത്തരം ഒരു ആക്രമണം നടന്നത് ജെയ്ഷെ ക്യാമ്പുകളിൽ വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ചിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. പാകിസ്ഥാനിൽ കഴിഞ്ഞ കുറച്ചു മാസങ്ങളിലായി തന്നെ ഇന്ത്യ വിരുദ്ധ ഭീകരർ അജ്ഞാതരായ തോക്കുധാരികളാൽ കൊല്ലപ്പെടുന്നത് പതിവായി തന്നെ മാറുകയും ചെയ്യുന്നു. സൽമാൻ അസറിന്റെ കാര്യത്തിൽ ഒരു വാഹനമാണ് കൊലയാളിയായി തന്നെ എത്തിയതെന്നും സംഘടനയിലേക്ക് പുതിയ യുവാക്കളെ റിക്രൂട്ട് ചെയ്യുന്നതിനും അവർക്ക് പരിശീലനം നൽകുന്നതിനും നേതൃത്വം നൽകിയിരുന്ന സൽമാൻ അസറിന്റെ മരണം ഇപ്പോൾ വലിയ രീതിയിൽ ജെയ്ഷെ മുഹമ്മദിനെ അടക്കം വലിയ രീതിയിൽ തിരിച്ചടി സൃഷ്ടിക്കുകയും ഞെട്ടലുളവാക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. അതേസമയം ഹാഫിസ് സായിദിന്റെ അടുത്ത അനുയായിയും ലഷ്കർ ഭീകരനുമായ ഷെയ്ഖ് യൂസഫ് അഫ്രീദിയെ കഴിഞ്ഞ ദിവസം അജ്ഞാതന്റെ തോക്കിൻ മുനയിൽ കൊല്ലപ്പെട്ടതായി തന്നെ വാർത്തകൾ സൂചിപ്പിച്ചിരുന്നു. ഹാഫിസ് സായിദിന്റെ വിശ്വസ്തനായ ഈ ഭീകരനാകട്ടെ ലഷ്കറിന്റെ മുൻനിര നേതാക്കളിൽ ഒരാളായിരുന്നു. ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളിലും ഭീകര റിക്രൂട്ട്മെന്റിലും ഫണ്ടിങ്ങിൽ പോലും ഇയാൾ സജീവമായി തന്നെ പ്രവർത്തിച്ചു വരികയായിരുന്നു. കഴിഞ്ഞ ദിവസം ലാഹോറിൽ ന്യൂസ് ചാനലിന് മുന്നിൽ വെച്ച് അജ്ഞാതരുടെ വെടിയേറ്റ് ഭീകരൻ ഇവിടെ കൊല്ലപ്പെട്ടതായി മറ്റൊരു ഭീകരൻ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന ഈ സമയത്ത് തന്നെയാണ് ഇത്തരത്തിൽ രണ്ട് മരണ വാർത്ത കൂടി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു ലഷ്കർ കമാൻഡ് കൂടി വധിക്കപ്പെട്ടതും. ഇത്തവണ ഭീകരൻ മരിച്ചു എന്ന് ഉറപ്പാക്കിയ ശേഷമാണ് അജ്ഞാതൻ സ്ഥലം വിട്ടതെന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.